നിതിലാൻ സോമിദാൻ സംവിധാനം ചെയ്ത തമിഴിലെ ബ്ലോക്ക് ബസ്റ്റർ ഫിലിമാണ് മഹാരാജ. വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമയും കൂടിയാണ്. വിജയ് സേതുപതി ടൈറ്റിൽ റോളിൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ അനുരാഗ് കശ്യപ്, സഞ്ജന നമിത ദാസ്, മമിത മോഹൻദാസ്, നടരാജൻ സുബ്രഹ്മണ്യം, അഭിരാമി എന്നിവർ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് ഈ സിനിമ എനിക്ക് കണ്ടതിന് ശേഷം ഇതിനെക്കുറിച്ചൊരു റിവ്യൂ പറയാതിരിക്കാൻ തോന്നില്ല. സഞ്ജന നമിദാസ് ഈ ഫിലിമിൽ സേതുപതിയുടെ മകളായിട്ടാണ് വരുന്നത്. മമിത മോഹൻദാസ് PT ടീച്ചറുമായിട്ടാണ് വരുന്നത്. അനുരാഗ് കശ്യപ് ഇതിലെ വില്ലൻ റോളാണ് കൈകാര്യം ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫ് കൺഫ്യൂഷൻ തോന്നുമെങ്കിൽ ലാസ്റ്റ് ഹാഫ് കൊണ്ട് നമുക്ക് ഈ കഥയുടെ ഒരു ഇതിവൃത്തം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഫസ്റ്റ് ഹാഫ് കൺഫ്യൂഷൻ തോന്നുമെങ്കിലും ലാസ്റ്റ് ഭാഗം എത്തുമ്പോഴത്തേക്കും ഈ കഥയുടെ ട്വിസ്റ്റ് എന്തെന്നും ഈ കഥ നമുക്ക് എന്താണെന്നും മനസ്സിലാകുന്നു. ഈ ഫിലിം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഫിലിമാണ്. പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഒരുമിച്ച് കാണിച്ചത് കൊണ്ട് തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ എങ്കിലും ലാസ്റ്റ് കൊണ്ട് നമുക്കിത് ഫുള്ളും കറക്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. സേതുപതി ഒരു സലൂൺ കട നടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇതിൽ സേതുപതി ഒരു സലൂൺ കട നടത്തുന്ന ആളാണ്. ഇങ്ങനെ അവരൊരു കടയിൽ സേതുപതി കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ വേണ്ടി, കൊച്ചിന് കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ സ്ഥലത്ത് ഭാര്യയും കൊച്ചും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു. അങ്ങനെ ഓരോ കളിപ്പാട്ടം കൊച്ചിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിൽ ഇഷ്ടപ്പെട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ലോറി ആ വീട്ടിലോട്ട് കയറുകയും തൻ്റെ ഭാര്യയും കൊച്ചും പെട്ടെന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വേസ്റ്റ് ഡെപ്പും കൊച്ചിൻ്റെ ദേഹത്തൂടെ വന്ന് വീഴുകയും അതിലൂടെ കൊച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇത് പാസ്റ്റിലൂടെ കാണിച്ചിട്ട് പിന്നെ ഫ്യൂച്ചറിലോട്ടാണ് വരുന്നത്. ഈ ഒരു ഹെഡ് വെച്ചിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. സേതുപതിയെ ചുറ്റിപ്പെട്ടിട്ടാണ് കഥ. അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒന്ന് ജോലി, പിന്നെ തൻ്റെ മക്കളെ നോക്കണം. ഇതിങ്ങനെ ക്ലോക്ക് പോലെ ആവർത്തിക്കുന്നു. സ്പോർട്സ് ചാമ്പ്യനാണ് ജ്യോതി, സേതുപതിയുടെ മകൾ. അവളെ സപ്പോർട്ട് ചെയ്യുന്നത് PT ടീച്ചറായ മമിത മോഹൻദാസ് ആണ്. അവർക്കൊരു ഡസ്റ്റ്ബിൻ ഉണ്ട്. അതിനെ അവർ ലക്ഷ്മി എന്നാണ് വിളിക്കുന്നത്. മഹാരാജ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. എന്നിട്ട് FIR ഇടാൻ പറയുന്നു. തൻ്റെ ലക്ഷ്മിയെ കാണാനില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പോലീസെല്ലാം അവനെ പരിഹസിക്കുകയും അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ഭ്രാന്തനെന്ന് പറയുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ അവൻ അവിടെ നിന്ന് പോകുന്നില്ല. ഒറ്റ കാലത്തരം നിൽക്കുന്നു, എനിക്ക് ലക്ഷ്മിയെ തിരിച്ചു വേണം. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ കഥയുടെ ലീഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ല ഇവ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡസ്റ്റ്ബിന് വേണ്ടി ഇത്രയും വാശി പിടിക്കുന്നതും ഈ കഥയുടെ ലീഡ് എന്താണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിതിൻ സോമിദാൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് സ്ലോ ബണ്ണിങ് ത്രില്ലറായിട്ടാണ്. കുറേ കഥാപാത്രങ്ങൾ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ഹാഫ് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്തുകൊണ്ടാണ് മഹാരാജ ലക്ഷ്മിയെ കണ്ടെത്താൻ ഇത്രയും ഒരു ഇത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ഹാഫ് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ കഥയുടെ കാതൽ എന്ന് പറയുന്നത് അച്ഛൻ്റെ മകളുടെ സ്നേഹബന്ധമാണ്. എന്നാൽ ഈ കഥയുടെ അവസാനമാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. സേതുപതിയുടെ അഭിനയം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല ഇതിലുള്ള ബാക്കി കഥാപാത്രം നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്. പോലീസുകാർക്ക് പൈസ കൊടുത്തിട്ട് തന്നെ ലക്ഷ്മിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. അങ്ങനെ പോലീസുകാരന് ഈ ഡസ്റ്റ്ബിൻ നോക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നു. 5 ലക്ഷമൊക്കെ കൊടുത്തിട്ട് ഇവർ ഡസ്റ്റ്ബിൻ നോക്കാൻ ഇറങ്ങാൻ വേണ്ടി. പക്ഷേ പോലീസുകാർ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഡസ്റ്റ്ബിൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അവസാനമാണ്. പക്ഷേ പോലീസുകാർക്കൊക്കെ സംശയം തോന്നി, എന്തിന് ഈ ഡസ്റ്റ്ബിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ തരുന്നു, അതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അവരും കുറച്ച് ഇങ്ങനെ തിരച്ചിലൊക്കെ അവരും ഇതിലൂടെ നടത്തുന്നുണ്ട്. പിന്നെ വില്ലൻ റോളായിട്ട് വരുന്നത് അനുരാഗ് കശ്യപ്പാണ്. അവൻ്റെ അഭിനയവും എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അവസാനമാണ്. നമുക്ക് ഈ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഒരുമിച്ചിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് കൺഫ്യൂഷൻ തോന്നുകയെങ്കിലും നമുക്ക് അവസാനമാകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുകയും നമുക്കതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പണ്ട് നടന്ന ഒരു പകയുടെ പേരിൽ സേതുപതിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വില്ലന്മാർ വീട്ടിൽ വരികയും അപ്പോഴത്തേക്കും ക്യാമ്പ് കഴിഞ്ഞ് ഇറങ്ങിയ തൻ്റെ മകളെ വില്ലന്മാർ കാണുകയും വില്ലന്മാർ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥയാണ് ഈ മഹാരാജ. சொல்லுங்க மகாராஜா. சார் லட்சுமி சார், தயவு செஞ்சு என் பொண்ணு வரதுக்குள்ள லட்சுமியை கண்டுபிடிச்சு கொடுத்துருங்க சார். இந்த உலகத்தில் கேவலமான ஒருத்தன் எப்படி இருப்பான்னு பார்க்கலான்னு வந்தேன். அதான் பார்த்துட்டு இருக்கேன்.